ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനായി അന്വേഷണം വ്യാപിപ്പിച്ച് അന്വേഷണ സംഘം. വയനാട് കർണാടക അതിർത്തിയിൽ അന്വേഷണ സംഘം തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ എതിരായാൽ രാഹുൽ വയനാട്ടിലെയോ കാസർകോട്ടെയോ കോടതിയിൽ കീഴടങ്ങാനും സാധ്യതയുണ്ട്. രാഹുലിനെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, രാഹുലിനായുള്ള അന്വേഷണം അത് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്ന സമയത്തും പ്രത്യേക അന്വേഷണ സംഘം അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തിയോടുകൂടെ തിരച്ചിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. വയനാട് കർണാടക അതിർത്തികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതേസമയം ഈ ജാമ്യാപേക്ഷയിലെ വിധി എതിരാവുകയാണെങ്കിൽ രാഹുൽ കീഴടങ്ങുമെന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ? ജിൻസി, തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ കർണാടക കേരള അതിർത്തി പ്രദേശത്ത് തന്നെയാണ് രാഹുൽ ഉള്ളത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ഒരു സൂചന പ്രകാരം കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കാസർഗോഡുള്ള ഒസ്തുർഗ കോടതിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ കീഴടങ്ങാനുള്ളൊരു സൂചനയാണ് ഉള്ളത്. പക്ഷേ അതിന് മുൻപ് തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കണമെന്നുള്ള ഒരു ഇതാണ് അന്വേഷണ സംഘത്തിനുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ SIT സംഘം കൂടുതൽ അന്വേഷണ സംഘം രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ SIT സംഘം കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിലാണ് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവരങ്ങൾ ചോർന്ന് ലഭിക്കുന്നു എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ പുതിയ ആളുകളെ എത്തിച്ച് അന്വേഷണ സംഘം വിവരമാക്കുകയും ഈ പുതിയ ആളുകൾ അന്വേഷണത്തിന് നേതൃത്വം നൽകി അവരെ സ്ഥലങ്ങളിലേക്ക് കർണാടക കേരള അതിർത്തി പ്രദേശത്തുള്ള ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2 പേർ, അതായത് രാഹുലിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവറും അതോടൊപ്പം തന്നെ ഒരു സഹായിയെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ ഇടങ്ങളിൽ വിവിധ ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം നൽകിയത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ ഈ ഡ്രൈവറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല എന്നുള്ളത്. അതായത് വെച്ചാൽ ഈ പറയപ്പെടുന്ന ഒരു നിശ്ചിത സ്ഥലത്ത് എത്തിക്കുക മാത്രമാണ് താൻ ചെയ്തത്, പിന്നീട് എങ്ങോട്ട് പോയതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം തനിക്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ഡ്രൈവറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇയാൾ കൂടുതൽ ചോദ്യം ചെയ്താലായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളത്. നിലവിൽ ഈ ഒരു നിശ്ചിത സ്ഥലത്ത് കൊണ്ടാക്കുകയല്ലാതെ മറ്റൊന്നും തനിക്ക് അറിയില്ല എന്നുള്ള വിവരമാണ് നൽകുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളുടെ സഹായം വിവിധയിടങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഒരു കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ 1-2 കേന്ദ്രത്തിൽ നിന്നാണ് ഇതെല്ലാം ഏകോപിപ്പിച്ചത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. കർണാടകയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ പ്രാദേശിക നേതാക്കളിൽ നിന്നൊക്കെയാണ് സഹായം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ സഹായിച്ചവരല്ല കർണാടകയിൽ സഹായിച്ചിട്ടുള്ളത്. വിവിധയിടങ്ങളിൽ വിവിധ ആളുകളുടെ സഹായമാണ് ലഭിക്കുന്നത്. ഇതെല്ലാം തന്നെ 1-2 കേന്ദ്രങ്ങളിൽ നിന്ന് ക്രോഡീകരിക്കുകയാണെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ കർണാടക കേരള അതിർത്തി പ്രദേശത്ത് തന്നെ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രാഹുൽ പോയിട്ടുണ്ട്. ആ സ്ഥലം SIT സംഘം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഉടൻ അദ്ദേഹത്തോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ SIT സംഘം പിന്തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തെ സഹായിച്ച ആളുകളെ കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ സംഘം ഊർജിതമാക്കുന്നു. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. പ്രത്യേകിച്ച് 8 ദിവസത്തോളമായി ഇദ്ദേഹം ഒളിവിൽ കഴിയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘം സംബന്ധിച്ചിടത്തോളം പരമാവധി ആളെ MLA കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാമുഖ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ തന്നെയുണ്ട് അന്വേഷണ സംഘം എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ രാഹുലിനെ എത്തിച്ച ഡ്രൈവറെയും ഒപ്പം തന്നെ മറ്റൊരാളെയും കൂടെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി വളരെയധികം രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. രാഹുൽ